ഇപ്പോൾ കോൺഗ്രസ് രണ്ടക്കത്തിലേക്ക് എത്തിയിരിക്കുന്നു. 11 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ ലീഡ് 11 സീറ്റുകളിലേക്ക് മാറിയിരിക്കുന്നു. അല്പം ആശ്വസിക്കാൻ കോൺഗ്രസിനെ സംബന്ധിച്ച് RJDക്ക് ചെറിയ തോതിൽ പിന്തുണ നൽകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. 11 സീറ്റുകളിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. VIP ഒരു സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. VIPയുടെ മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നനഞ്ഞ പടക്കമായി മാറി. VIPക്ക് ഒരു സീറ്റിൽ പോലും ലീഡ് എടുക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം കാണുന്നു. അതേസമയം കോൺഗ്രസ് 11 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇടത് പാർട്ടികൾക്ക് 2 സീറ്റുകളിൽ മാത്രം. CPI-MLന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലിബറേഷന്, ദീപാങ്കർ ഭട്ടാചാര്യയുടെ പാർട്ടിക്ക് 2 സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നൽകാൻ കഴിയുന്ന ഒരു വിവരം. പലിഗഞ്ച് സീറ്റാണ് ഒന്ന്. സന്ദീപ് സൗരവ് മത്സരിക്കുന്ന പലിഗഞ്ച് സീറ്റ്. ഇടത് പാർട്ടികളുടെ പെർഫോമൻസ് ഇത്തവണ മോശമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റുകളല്ലേ, 12 സീറ്റ് CPI-MLന് മാത്രം കിട്ടിയിരുന്നു. CPM-ന് CPIക്ക് ഒരു സീറ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ, CPI-ML പലിഗഞ്ചിൽ ലീഡ് ചെയ്യുന്നത് 241 വോട്ടുകൾക്ക് മാത്രമാണ് എന്നതുകൂടി ചേർത്ത് വായിക്കണം. 241 വോട്ടുകൾക്ക് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-ML ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എന്നാണ് വിവരം. ജനതാദൾ ഔദ്യോഗികമായി JDU 39 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ഒരു കൗതുകരമായ വിവരമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന ഡേറ്റയിലുള്ളത്. ഇപ്പോൾ NDAയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലീഡ് ചെയ്യുന്ന ഔദ്യോഗിക വിവരമാണ്. 39 JDU, ഭാരതീയ ജനതാ പാർട്ടി 36 എന്താണ് ഔദ്യോഗികമായ കണക്ക്. 3 സീറ്റുകൾ കൂടുതലായി. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്ന വിവരമാണ്. പക്ഷേ അല്ലാതെ വരുന്ന വിവരങ്ങളെല്ലാം BJP ലീഡ് ചെയ്യുന്നു. 78 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു. JDU 67 സീറ്റുകളിൽ എന്താണ് കണക്ക്. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന കണക്കിൽ ഇപ്പോൾ 39 ജനതാദൾ യുണൈറ്റഡ് JDU ലീഡ് ചെയ്യുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യത്തെ 3 റൗണ്ടുകളുടെ കണക്കാണ്. അനൌദ്യോഗിക വിവരം കുറെ കൂടി കൗണ്ടിംഗ് മുന്നോട്ട് പോയതിനു ശേഷമുള്ള കണക്കാണ്. അതനുസരിച്ച് BJP 78 ലീഡ് ചെയ്യുകയാണ്. മറുവശത്ത് RJD MGB മുന്നണിയിൽ 61 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. NDAയിൽ BJP 78, JDU 67, LJP 8, HAM 2 എന്നുള്ളതാണ് നില. LJPയുടെ സീറ്റ് നില 9 ഉയരുന്നു. BJP 78, JDU 67, 156, 73 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. 156 NDAയും 73 മഹാഗഡ്ബന്ധനും. കോൺഗ്രസിന് എന്തൊക്കെ നേടാൻ കഴിയും? 11 സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്യുന്നത്. 2 അക്കം കടന്നുവെന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വസിക്കാം. മറുവശത്ത് 78 BJP, 67 JDU, 9 LJP, 2 HAM വലിയൊരു വിജയത്തിലേക്ക് നീങ്ങുകയാണോ? 239 സീറ്റുകളിലെ ഫലസൂചനകൾ വരുമ്പോഴാണ് 156 സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. ജിതിൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാമി മോർച്ച 2014 നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് പിന്നാലെ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ ജിതിൻ റാം മഞ്ചിയുടെ പാർട്ടി ഇപ്പോൾ ഹിന്ദുസ്ഥാനി അവാം മോർച്ച 2 സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. 1837 ഒരിടത്തെ ലീഡ്. സിക്കന്ദർ ലീഡ് പക്ഷേ 189 മാത്രമാണ്. പാർട്ടികൾ തിരിഞ്ഞുള്ള കണക്കുകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ജിതിൻ റാം മഞ്ചി അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ദളിത് മുഖമാണ്, ദളിത് നേതാവാണ്, വലിയ സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരുമകൾ ദീപ മത്സരിക്കുന്നുണ്ട്. ദീപ പക്ഷേ ഇപ്പോൾ 1447 വോട്ടുകൾക്ക് പിറകിലാണ്. ഇമാംഗഞ്ചിൽ RJD ആണ് ലീഡ് ചെയ്യുന്നത്. ഇമാംഗഞ്ചിൽ ഋതുപ്രിയ ചൗധരി RJD ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1447 വോട്ടിന്. അതേസമയം തന്നെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഇമാംഗഞ്ചിൽ അവർ പിറകിലാണ്. പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ 156-74 എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ടാലി. ഇന്ത്യയുടെ ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത്. ബീഹാറിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 243 അംഗ നിയമസഭയിൽ 122 മാജിക്കൽ നമ്പർ. കേവല ഭൂരിപക്ഷം വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂർ പിന്നിടുന്നതിന് മുൻപേ മറികടന്നു. ട്രെൻഡിൽ അവിടെ നിന്ന് വരുന്ന ആദ്യ വിവരങ്ങളിൽ NDA BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. 156 ഇപ്പോൾ. അതിൽ 77 BJP ലീഡ് ചെയ്യുന്നത്. 68 JDU ലീഡ് ചെയ്യുന്നു. 74 ഇപ്പോൾ പ്രതിപക്ഷ നിരയുടെ കരുത്തായി, MGBയുടെ കരുത്തായി ആകെയുള്ള സീറ്റിലെ ലീഡ് നില 74 മാത്രമാണ്. 156-74 എന്താണ് ഇപ്പോഴത്തെ ലീഡ് നില.